ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. എനിക്കായി മരിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. കണ്ണവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, എൻ കണ്ണവും പ്രവൃത്തിയാലുമല്ല, എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. കൃപയാൽ രക്ഷിച്ചതിനാൽ ഞാനെന്നും അങ്ങേ ആരാധിച്ചിടും. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ,
43 ഒരു വാക്യം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഈ ഒരു വചനം മാത്രമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. വീണ്ടെടുത്തത് അപ്പനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എന്നെ തകർക്കാൻ ശ്രമിച്ച സകലത്തിനെയും ഞാൻ മറന്ന് ശത്രുവിനെ ജയിച്ച ഒരു രാത്രിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇന്നലെ. തകർക്കുമെന്ന് വാദിച്ചെടുത്ത് കർത്താവ് ഉറപ്പിച്ചു. ഇന്നലെ ഷിനു ബ്രദർ ഒരു ഫേസ്ബുക്കിലൊരു വേഴ്സ് ഷെയർ ചെയ്തു. ഷിനു ഓർക്കുന്നു? റോമർ 9 അധ്യായം, റോമർ 9 അതിൻ്റെ 16, ഷിനു ഇട്ടിരുന്നത് 17 വാക്യമാണ്. അതിൻ്റെ 16, 17 വാക്യങ്ങൾ. അവൻ മോശയോട് അരുൾ ചെയ്യുന്നു, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലതും സാധിക്കുന്നത്. ഇത് വീണ്ടും എൻ്റെ കൈകളിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കരുണയുള്ളത് കൊണ്ട് മാത്രമാണ്. ഇന്ന് കാലിടറാതെ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അബോധ്യം വന്നതുകൊണ്ടാണ്. ഹിസ് ഗ്രേസ് ഇസ് സഫൈസ് ഇനഫ് ടു ബീറ്റ് എനിത്തിങ് ഇൻ അവർ ലൈഫ്. ഇതിനായിട്ട് തന്നെ ഞാൻ നിർത്തിയിരിക്കുന്നത്, നിന്നെ നിർത്തിയിരിക്കുന്നത്, ഇതാണ് എന്നെ സ്പർശിച്ച വാക്യം. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനാണ്, എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ. അവൻ്റെ കരുണയുള്ളത് കൊണ്ട് ഞാൻ നിൽക്കുന്നെങ്കിൽ അവൻ്റെ പദ്ധതിക്ക് വേണ്ടി അവൻ എന്നെ നിർത്തിയിരിക്കുന്നു. ഞാനും നിങ്ങളും ഇന്ന് ഈ കസേരയിൽ ഇവിടെ ഇരിക്കുന്നെങ്കിൽ അതവൻ്റെ പദ്ധതിക്ക് വേണ്ടി മാത്രമാണ്. നിൻ്റെയോ എൻ്റെയോ കോൺഫിഡൻസിലല്ല, നിൻ്റെയോ എൻ്റെയോ കഴിവിനല്ല ഈ കസേരയിൽ ഇന്നിവിടെ ഇരുത്തിയിരിക്കുന്നെങ്കിൽ നിൻ്റെ ജീവിതം നീ കണ്ടു വന്ന വഴികളിൽ നീ അനുഭവിച്ചത് ക്രിസ്തു എന്ന് പറയുന്നതിൽ ഒരു വ്യർത്ഥവുമില്ല. അതവൻ്റെ പദ്ധതിക്ക് വേണ്ടി മാത്രമാണ്. പക്ഷേ അവൻ്റെ 43 അതിൻ്റെ 1 വാക്യം തൊട്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നിന്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. എത്ര പേരത് കേട്ടു? ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മളിവിടെ ആര് നിന്ന് പറഞ്ഞാലും ഞാൻ തർക്കിക്കും. നമ്മുടെ കഴിവ് കൊണ്ടോ ഞാൻ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടോ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ തർക്കിക്കും. വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് നിന്നെ പേര് ചൊല്ലി വിളിച്ചതിനാൽ മാത്രമായി ഇവിടെ ഇരിക്കുന്നേ. ഞാനത് അടിസ്ഥാനത്തിലായി ഉറപ്പിച്ചു പറയുക, നിന്റെ പേർ ചൊല്ലി വിളിച്ചത് ഒരു സഭയോ ഒരു ദൈവദാസനോ ഒരു ശുശ്രൂഷകരോ ആരുമല്ല, അത് കർത്താവായ ക്രിസ്തുവാണെന്നുള്ള ബോധ്യം നിന്റെ ഉള്ളിൽ നിന്ന് കയറണം. നീ കടന്നു വന്നിരിക്കുന്നത് ഒരു സഭയുടെ ഉദ്ദേശത്തിന് വേണ്ടിയല്ല, ഒരു സഭയുടെ ഇൻവിറ്റേഷന്റെ പുറത്തല്ല, അത് കർത്താവിന്റെ വിളി നിന്റെ മേലുള്ളത് കൊണ്ടാ, അവൻ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് കൊണ്ടാ, നിന്നെ ശത്രുവിന് കൊടുക്കാതെ നിന്റെ കാവൽക്കാരനായി നിൽക്കുന്നത് കൊണ്ടാ. വിളിച്ചവൻ വിശ്വസ്തനെന്ന് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഓർത്തോ, വിളിച്ചവൻ അവൻ നിന്നെ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ നിന്നോട് കൂടെ ഇരിക്കും. നമ്മുടെ അപ്പന്റെ പ്രത്യേകതയാ, കൈ വിട്ട് കളയത്തില്ല. നീ വെള്ളത്തിൽ കൂടി നടന്നാലും നിന്നെ ഹല്ലേലൂയ തള്ളിയിടാൻ നോക്കിയാൽ കൈ പിടിക്കുന്ന ഒരു അപ്പനാ, നീ വീഴത്തില്ല. നീ തീയിൽ കൂടി നടന്നാൽ നീ വെന്തെരിയത്തില്ല. അവൻ നിന്നെ നീർച്ചാലായി നിന്റെ മേൽ വീഴും, നിന്റെ തീയെ കെടുത്തും, നിനക്ക് തണുപ്പായി മാറും.
വിളിച്ചവൻ കർത്താവാണെന്ന് തിരിച്ചറിയുക. എന്നെയും നിങ്ങളെയും പേർ ചൊല്ലി വിളിച്ചവൻ വഴി നടത്തും. ഒരു ശത്രുവിന് നിന്നെ തകർക്കാൻ കഴിയില്ല. ഇന്ന് നിന്റെ രോഗത്തെ നോക്കി നീ പറ, എൻ്റെ ശത്രുവായി നിനക്ക് എന്നെ തകർക്കാൻ കഴിയത്തില്ല. നിന്റെ ഭാരത്തിൽ കടത്താൻ ശ്രമിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തെ നോക്കി നീ പറ, ഇതിനെന്നെ തകർക്കാൻ കഴിയത്തില്ല. നിന്റെ കുടുംബത്തിലേക്ക് ആത്മഹത്യ പ്രേരണയ്ക്ക് വരുന്ന ശത്രുവിനെ നോക്കി നീ പറ, എൻ്റെ ജീവനെ അപഹരിക്കാൻ നിനക്ക് സാധിക്കത്തില്ല. ആ രോഗത്തെ നോക്കി പറയാൻ നിന്റെ ആദരങ്ങൾ ഉയരണം. ആ രോഗത്തെ നോക്കി പറയാൻ നീ ഇന്ന് തയ്യാറാകണം. ആ കൽപ്പന കർത്താവിൻ്റെതാകയാൽ വീണ്ടെടുപ്പുകാരൻ നിന്റെ കൂടെ നടന്ന് നിന്റെ സംരക്ഷകനായി നിലനിൽക്കുന്നു. വില കൊടുത്തത് എന്താണെന്ന് എത്ര പേർക്ക് തിരിച്ചറിയുന്നു? എത്ര പേര് തിരിച്ചറിയുന്നു അപ്പൻ വില കൊടുത്തത് എന്താണെന്ന്? നമ്മൾ മക്കളെ വില കൊടുത്തെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അമ്മമാർക്ക് എന്തുവാ, 9 മാസത്തെ ഗർഭഭാരമേ ഉള്ളൂ. പക്ഷെ വില കൊടുത്തെന്ന് അപ്പൻ പറയുമ്പോൾ നമ്മുടെ അപ്പൻ വ്യത്യസ്തനാ. നമ്മുടെ അപ്പൻ വ്യത്യസ്തനാണെന്ന് 1 പത്രോസ് 1-ാം അധ്യായം 18-ാം വാക്യം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുവകകൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് ഞാൻ അറിയിക്കുന്നു. വീണ്ടെടുത്തത് കുഞ്ഞാടിൻ്റെ സ്വന്തം പുത്രന്റെ രക്തം കൊണ്ടാണെന്ന് എന്ന് തിരിച്ചറിയണം. നിന്റെ കുടുംബക്കാർ നിന്റെ അവകാശം പറയുന്നുണ്ടെങ്കിൽ അത് ഒരു സ്വത്തിൽ ഒതുങ്ങുന്നതാണ് നിന്റെ അവകാശം. എന്നാൽ സ്വർഗത്തിലെ അപ്പന് ഞങ്ങളുടെ മേലുള്ള അവകാശം അവന്റെ സ്വന്തം പുത്രനെ ക്രൂശിൽ യാഗമാക്കി ചാട്ടുവാറാൽ അടിക്കപ്പെട്ടു, ശരീരം മുഴുവൻ മുറിവേറ്റു, മുൾമുടി ശിരസിൽ വഹിച്ചു. ആ രക്തത്തുള്ളി ഓരോ പേർക്കും വേണ്ടിയുള്ളതാക്കി മാറ്റി. എന്റെയും നിങ്ങളുടെയും പേര് ആ രക്തത്തോട് എഴുതി ചേർത്തു. എത്ര പേര് പറയുന്നത് എന്റെയും നിങ്ങളുടെയും പേര് അവന്റെ പുത്രന്റെ രക്തത്തോട് എഴുതി ചേർത്തു? വിലയേറിയതാ രക്തം, വിലയേറിയതാ അപ്പന്റെ അവകാശം. ഈ മകനും മകളും എന്ന് പറയുന്നത് വിലയേറിയതാ. അത് എത്ര ആര് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ഒരു ബോധ്യം വരണം, ഞാൻ വിലയേറിയ എൻ്റെ അപ്പന്റെ മകനും മകളുമാ, ഞാൻ വിലയേറിയ എൻ്റെ ക്രിസ്തുവിന്റെ അവകാശമാ, അവന്റെ പാരമ്പര്യത്തിലാ എന്നെ എണ്ണപ്പെട്ടിരിക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ട ജനമെന്നാ കർത്താവ് എണ്ണിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി നിന്റെ ശത്രുവിനെ നോക്കി നീ പറയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട ക്രിസ്തുവിന്റെ പൊന്ന. എത്ര പേര് എന്നോടത് സമ്മതിക്കുന്നു? എത്ര പേരത് സമ്മതിക്കുന്നു? ഞാൻ വിലയേറിയതാണെന്ന്. നിന്റെ ശത്രു നിന്റെ കുടുംബത്തിലും നിന്റെ ബന്ധുവിലും നിന്റെ സുഹൃത്തുക്കളുടെയിലും നിനക്ക് ഒരു വിലയും ഉണ്ടാവില്ല. നിന്നെ നിന്ദിച്ചിട്ടേക്കുന്ന അവസ്ഥയായിരിക്കാം. ഞാൻ അനുഭവിക്കുന്നതുകൊണ്ട് പറയാം, നിന്നെ നിന്ദിച്ചിട്ട അവസ്ഥയിലായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, അപ്പൻ്റെ കണ്ണിൽ മക്കൾ വിലയേറിയതാ. ആ അപ്പൻ വില കൊടുത്ത് വാങ്ങിയത് ചെറുതൊന്നുമല്ല, ഏറ്റവും ബെസ്റ്റിനെ അപ്പൻ വാങ്ങിയത്. അതുകൊണ്ട് ഇന്ന് നീ തിരിച്ചറിയ, നീ അവന്റെ വിലപ്പെട്ട സ്വത്താ. ഹല്ലേലൂയ. യോഹന്നാൻ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ യേശു മരണപ്പെട്ടു, സ്വർഗാരോഹിതനായ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരുടെ മുമ്പിൽ വന്ന് അവർക്ക് സമാധാനം പകർന്നുകൊണ്ട് ക്രിസ്തു അവരോട് പറഞ്ഞു, അവരുടെ മേൽ ഊതി അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. 20-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ തോമസ് ഇല്ലായിരുന്നു. അന്ന് പരിശുദ്ധാത്മാവ് ലഭിച്ച കൂട്ടത്തിൽ തോമസ് ഇല്ലായിരുന്നു. അപ്പം കർത്താവ് ഈ ശിഷ്യന്മാർ വന്ന് അവരുടെ അനുഭവം പറഞ്ഞപ്പോൾ തോമസ് അവരോട് പറഞ്ഞു, ദിദിമോസ് എന്ന തോമസ് അവരോട് പറഞ്ഞു,
അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും അവൻ്റെ കൈയുടെ ആണിപ്പഴുത് കാണുകയും ആ ആണിപ്പഴുതിൽ വിരലിടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന്. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അല്ലേ? അപ്പം തോമസിന് വന്നപ്പം തോമസ് കർത്താവിൻ്റെ അടുത്ത് അല്ല, ശിഷ്യന്മാർ വന്ന് ഇത് വലിയ ഇതായിട്ട് പറഞ്ഞപ്പോൾ തോമസ് വളരെ ലൈറ്റായിട്ട് ഞാനിത് വിശ്വസിക്കത്തില്ല. നമ്മൾ പലരും സ്വാഭാവികമായി ഇത് ചെയ്യുന്നതാണ് അല്ലേ? നമ്മൾ വലിയ സാക്ഷ്യങ്ങളൊക്കെ കേട്ടാലും ഇങ്ങനെ കേട്ടിട്ട് തലയാട്ടും. പക്ഷെ നമ്മൾ അനുഭവിച്ചറിയുന്നത് വരെ ആ സാക്ഷ്യത്തെ അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും. അതുപോലെ സ്വാഭാവികം അദ്ദേഹവും പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടല്ലാതെ, ഞാനിത് തൊട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് തോമസ് പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? വളരെ സിമ്പിളാക്കി. കർത്താവ് വന്നു, അവൻ അവസരം കൊടുത്തു, അവൻ തൊട്ടു, അവൻ അറിഞ്ഞു. അങ്ങനെ ദിദിമോൻ തോമസും കർത്താവിനെ അറിഞ്ഞു. ഈ അറിഞ്ഞ കൂട്ടരാണ് 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് പറഞ്ഞു. ഈ കൂട്ടരാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടും പരിശുദ്ധാത്മാവൊക്കെ കിട്ടി, ഓക്കെ, ഹാപ്പി. പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലായി നേരെ പടകുമെടുത്ത് മീൻ പിടിക്കാൻ വീണ്ടും പോണത്. നമ്മളെപ്പോലെ അല്ലേ? നമ്മളിൽ കുറച്ച് പേര് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ല എന്നാവുമ്പോൾ ക്ഷീണിക്കും, മനം മടുക്കും, ചോദ്യങ്ങൾ ചെയ്യും. നമ്മളും എവിടെയെങ്കിലും മടുപ്പ് തോന്നി പുറകിലോട്ട് പോകും. അവരും അതുപോലെ ചെയ്തോളൂ. അവർ പടകുമെടുത്ത് വീണ്ടും മീൻ പിടിക്കാൻ പോയി. മീൻ കിട്ടിയോ? മീൻ കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച് മീൻ കിട്ടിയില്ല. പക്ഷെ പകൽ ആകാറായപ്പോൾ അവർ കരയിൽ നിന്ന് ഒരുവൻ്റെ ശബ്ദം കേട്ടു. ഇത് ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുള്ള വാക്യങ്ങളാണ്, പക്ഷെ ഇതൊന്നുമല്ല എനിക്ക് പറയാനുള്ള. വലതുവശത്ത് എറിയാൻ പറയുന്ന ഒരു ശബ്ദം കേട്ടു. അവർ വല എറിഞ്ഞു. അവർക്ക് എന്ത് കിട്ടി? പെരുത്ത മീൻകൂട്ടം കിട്ടി. ഏകദേശം 153 മീൻ കിട്ടിയെന്ന് വചനത്തിൽ പറയുന്നു. അപ്പോൾ അവർ സന്തോഷിച്ചു അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുറേ നാളായി കിട്ടാതിരുന്നിട്ട് പെട്ടെന്ന് ദൈവം വന്നത് സാധിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും. നമ്മൾ സ്വാഭാവികമായി വീണ്ടും പ്രാർത്ഥനയിലോട്ട് ചുവട് വയ്ക്കും. നമ്മൾ വീണ്ടും ആരാധനയ്ക്ക് ക്രമം തെറ്റാതെ പോകാൻ തുടങ്ങും അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? നമുക്കൊരു വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ബലപ്പെടും, വീണ്ടും നമ്മൾ സ്ട്രോങ് ആവും. അങ്ങനെ അവർ വീണ്ടും കരയിൽ വന്നു. കരയ്ക്കൽ വരുമ്പോൾ അവർ കാണുന്ന ഒരു കർത്താവ് എങ്ങനത്തെ ഒരു കർത്താവായിരുന്നു? കരയിൽ നിന്നവൻ എന്താ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്? അവർക്ക് വേണ്ടി ചൂടപ്പവും മീനും ഒരുക്കി വെച്ചിട്ട് അപ്പൻ കാത്തിരുന്നു. നമ്മളെ കാത്തിരിക്കുന്ന ഒരു അപ്പൻ്റെ പ്രത്യേകത എങ്ങനെയുണ്ട്? തണുത്തതൊന്നും അപ്പൻ തരത്തില്ല. നീ ക്ഷീണിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് നല്ല ഹോട്ടായിട്ടുള്ളതേ അവൻ സെർവ് ചെയ്യത്തുള്ളൂ. നീ ക്ഷീണിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് മിച്ചം വെച്ചിരിക്കുന്നതൊന്നും അവൻ തരത്തില്ല. നിനക്ക് ഏറ്റവും ബെസ്റ്റേ അവൻ തരത്തുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നത്? ചൂടുള്ളത് സിസ്റ്റർ ഉണ്ട്, ചൂടുള്ളത് ബ്രദറെ ഉണ്ട്. അവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് തന്നെയാണ്. ചൂടുള്ളത് കൊടുത്തിട്ട് അപ്പൻ പറഞ്ഞത്. അവൻ ശിമോൻ പത്രോസിനോട്, ഇനിയാണ് ഞാൻ എൻ്റെ ദൂതിലോട്ട് കയറാൻ പോകുന്നത്. 15-ാം വാക്യത്തിൽ, യോഹന്നാൻ 21:15 വാക്യം നിങ്ങൾ വായിക്കേണ്ട, ഞാൻ വായിക്കാം. യേശു അവർ പ്രാതൽ കഴിച്ച ശേഷം, അപ്പൻ്റെ പ്രത്യേകത നോക്കണം, നിങ്ങൾക്ക് വേണ്ടി കാത്ത് കടവിലിരുന്നു. ശിമോനെയും ശിഷ്യന്മാർക്കും വേണ്ടുന്നതെല്ലാം കൊടുത്തു. നല്ല ഭക്ഷണവും നല്ല പാനീയവും കൊടുത്തു. അവരെ തൃപ്തരാക്കി സമാധാനത്തിലാക്കിയിട്ട് കർത്താവ് അവരോട് സംഭാഷണത്തിനിരുന്നു. ഇനിയാണ് റിയൽ ഫേസ് ടു ഫേസ് മീറ്റിംഗ്, കർത്താവുമായിട്ടുള്ളൊരു മീറ്റിംഗ്. ശിമോനോട് ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായി കർത്താവ് ഇന്ന് ഈ ചോദ്യം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? പറ. ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ശിമോനും അങ്ങനെ തന്നെ പറഞ്ഞേ, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ മറുപടി എന്തായിരുന്നു?
അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. അവൻ ശീമോൻ പറഞ്ഞു, നിനക്ക് തന്നെ അറിയാം എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന്. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു മറുപടിയാ, നമ്മളെ ഈ പിള്ളേർ നമ്മൾ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് അപ്പനെയാണോ അമ്മയാണോ ഏറ്റവും ഇഷ്ടമെന്നൊക്കെ ചോദിക്കും അല്ലേ പിള്ളേരോട് വെറുതെ. എന്നിട്ട് നമ്മൾ അവർക്ക് ഇഷ്ടമല്ലെങ്കിലും പറയിപ്പിക്കാൻ നമ്മൾ അവരെ പ്രോബ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് ഇനി പറ ആരെയാ ഇഷ്ടം. അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ തന്നെ പറയും. അപ്പം ശീമോന് കർത്താവ് ഇങ്ങനെയാണ് ചെയ്തത്. നിനക്ക് ഞാനെല്ലാം തന്നു, ഇനി നീ പറ നിനക്ക് ആരെയാ ഇഷ്ടം. ശീമോൻ സ്വാഭാവികമായിട്ട് പറഞ്ഞ, കർത്താവ് എനിക്ക് നിന്നെയാ ഇഷ്ടം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പം സന്തോഷം കൊണ്ട് കർത്താവ് അവന് ഒരു ഗിഫ്റ്റ് അങ്ങ് എക്സ്ചേഞ്ച് ചെയ്തു. ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുത്തു. ഷിനു, ഒരു ഗിഫ്റ്റ് ബോക്സ് തന്നു കർത്താവ്. ഓക്കെ, ഒരു ഗിഫ്റ്റ് ബോക്സ് കിട്ടി നിങ്ങളുടെ കയ്യിൽ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, കർത്താവിനെ നിങ്ങൾക്ക് ആരെയാ ഏറ്റവും ഇഷ്ടം? നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നോ? അപ്പം നിങ്ങൾ ഇമാജിൻ ചെയ്തോ, നിങ്ങളുടെ കയ്യിലൊരു ഗിഫ്റ്റ് ബോക്സ് കർത്താവ് തന്നു. കർത്താവ് തരുന്ന ഗിഫ്റ്റ് ബോക്സ് എന്താന്ന് നോക്കണേ. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. ആദ്യത്തെ ഗിഫ്റ്റ് നിനക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഒരു ഉത്തരവാദിത്വമാണ് ദൈവം നിനക്ക് കൈമാറുന്നത്. നീ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവ് നിനക്ക് ഇന്നൊരു ഉത്തരവാദിത്വം തരുവാണ്. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. അതായത് ലാംസിനെ ഓക്കെ നമ്മൾ പാടും ലാംബ് ഓഫ് ഗോഡ് എന്ന് പറയും. ദൈവം കുഞ്ഞാടുകളുടെ ദൈവം എന്ന് പറയും അല്ലേ. ഈ കുഞ്ഞാടുകൾ ആരാണ്? നമ്മൾ ഓരോരുത്തരും, നമ്മൾ വിശ്വാസികളാണ് കുഞ്ഞാടുകൾ. ഓക്കെ, ദൈവം യോഹനാട് ചോദിച്ചപ്പോൾ യോഹനാൻ ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്നാൽ എൻ്റെ വിശ്വാസികളെയൊക്കെ ഒന്ന് നോക്കി നടത്തണം. ഓക്കെ, അപ്പോൾ ഗോം ബ്രദറിന് ഇന്ന് ഉവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് തരുന്ന ഉത്തരവാദിത്വം ഇന്ന് ഓരോ വിശ്വാസികളെയും ഗോം ബ്രദർ നോക്കി നടത്തണം. ഓക്കെ, എത്ര പേർക്ക് ക്ലിക്കായി? അപ്പം യോഹനാൻ ഒന്നും കൂടെ, എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ നമുക്ക് സന്തോഷമായിരിക്കും അല്ലേ. അപ്പം രണ്ടാമത് കർത്താവ് വീണ്ടും 16-ാം വാക്യം, രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. യോഹന്നാൻ വീണ്ടും അതിന് പറഞ്ഞു, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് രണ്ടാമത്തെ ഗിഫ്റ്റ് അവന് കൊടുത്തു. രണ്ടാമത്തെ ഗിഫ്റ്റ് എന്താ? നീ എൻ്റെ ആടുകളെ പാലിക്ക. ആദ്യത്തെ ഗിഫ്റ്റ് കുഞ്ഞാടുകളെ മേയ്ക്കുക. ഈ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടുന്ന പുല്ലിട്ട് കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കുക. യു ഹാവ് ടു ഫീഡ് ദം. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. രണ്ടാമത്തത് കുഞ്ഞാട് മാറി അത് കുറച്ച് വളർന്ന ആടുകളായി. അപ്പം ആടുകളെ പാലിക്കുക എന്നാണ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു ടെൻഡ് ദം. പാലനം എന്ന് പറയുമ്പോൾ എന്തുവാണ്? കുഞ്ഞിനെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ അങ്ങ് വെറുതെ വിട്ടാൽ മതി ഈ റൂമിനകത്ത്. പക്ഷെ അതിനകത്തൊരു പാലനം വരണമെങ്കിൽ നമ്മൾ അവിടെ സ്പെഷ്യൽ കെയർ കൊടുക്കണം അല്ലേ. നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുത്താലേ നമുക്ക് കുഞ്ഞിനെ പാലിക്കാൻ പറ്റത്തുള്ളൂ, നോക്കാൻ പറ്റത്തുള്ളൂ. കർത്താവ് കൊടുത്തപ്പോൾ റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടെ സ്നേഹത്തിൻ്റെ അളവ് വർദ്ധിച്ചപ്പോൾ കർത്താവ് കൊടുത്ത റെസ്പോൺസിബിലിറ്റി മാറി. കർത്താവ് പറഞ്ഞു, നീ എൻ്റെ ആടുകളെ പാലിക്കുക. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നീ ഓരോ പ്രാവശ്യം ദൈവത്തോട് അടുക്കുമ്പോൾ നിന്റെ റെസ്പോൺസിബിലിറ്റി മാറിക്കൊണ്ടിരിക്കുക. നീ ആദ്യം കർത്താവിനോട് ഉപകർത്താവെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് നിനക്ക് കുഞ്ഞാടിനെ തന്നു. നീ കർത്താവിനോട് വീണ്ടും സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ നിനക്ക് തരുന്നത് അവൻ്റെ ആടുകളെ പാലിക്കാനുള്ള ഉത്തരവാദിത്തമാണ്. എത്ര പേര് തയ്യാറാ? പാലിക്കുക ഈസിയാണോ? അല്ല. പാലിക്കുക മീൻസ് വിശ്വാസത്തിലിരിക്കുക വളരെ ഈസിയാണ്. നമ്മൾ ചുറ്റുമുള്ള വിശ്വാസികളൊക്കെ കാണുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ ഇവരെയൊക്കെ പാലിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ഡയറക്ഷൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പോയി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. എത്ര പേര് അതിന് അഗ്രി ചെയ്യുന്നു? പാലിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ റെസ്പോൺസിബിലിറ്റി കുറച്ചു അധികമാണ്. നീ ഹല്ലേലൂയ കുഞ്ഞാടല്ല, പൈതങ്ങളല്ല, പറഞ്ഞാൽ തിരുത്താൻ പറ്റുന്ന പ്രായമല്ല, ആടുകളാണ്. അവരെ മേയ്ക്കേണ്ട ഉത്തരവാദിത്വം അധികമാണ്.
എത്ര പേര് റെഡിയാണ് പാലിക്കാൻ? എത്ര പേര് പാലിക്കാൻ തയ്യാറാണ്? കുഞ്ഞാടുകളെ മേയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തോന്നി അല്ലേ? ഈ കുഞ്ഞാടുകളെ മേയ്ക്കാൻ വളരെ ഈസിയാന്നാ തോന്നുന്നത്. പാലിക്കാന്ന് കേട്ടപ്പോഴും വളരെ ആടുകളെ അല്ലേ പാലിക്കുന്നേ അല്ലേ? ഈ കുഞ്ഞാടുകൾ ആരാന്ന് ഞാൻ പറഞ്ഞു, വിശ്വാസികൾ, നമ്മൾ ഓരോരുത്തരുവാ. പക്ഷെ ആടുകൾ ആരാണ്? സഭയിൽ ശുശ്രൂഷകരായി നമ്മൾ വളർന്നു നിൽക്കുന്ന ഓരോരുത്തരുമാണ്. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. ശിമോനോട് കർത്താവ് വീണ്ടും ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതിനവൻ മറുപടി പറഞ്ഞത് 17-ാമത്തെ ആ ലാസ്റ്റ് വാക്യം, എന്നാൽ നീ. അവൻ വീണ്ടും ചോദിച്ചപ്പോൾ ശിമോൻ പറഞ്ഞത്, യോനാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. നമ്മളോട് 3 വട്ടം ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ദേഷ്യം വരും അല്ലേ? 2 വട്ടം ആകുമ്പോൾ തന്നെ നമ്മൾ പറയും, എന്തിനാ വീണ്ടും ചോദിക്കണം, എന്നാ പോ, ഇഷ്ടമല്ല എന്ന് പറയും അല്ലേ? അങ്ങനെ അങ്ങ് പറയത്തില്ലേ? അപ്പം 3ാമതോടെ ചോദിച്ചാൽ പണ്ടാരോടങ്ങ ഇഷ്ടമല്ല, പോ അവിടെ നിന്ന്, ഇനി ചോദിക്കരുതെന്ന് പറയും അല്ലേ? അങ്ങനെ പറയത്തുള്ളൂ. പക്ഷെ ഷീമോൻ എന്തുവാ പറഞ്ഞേ? ഷീമോൻ അങ്ങ് ദുഃഖം വന്നു. നമ്മളെപ്പോലെ തന്നെ ഷീമോന് ദുഃഖം വന്നു. പക്ഷെ ഷീമോൻ വളരെ ദുഃഖത്തോടെ പറഞ്ഞത്, കർത്താവെ, നീ സകലതും അറിയുന്നു, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് മറുപടി പറഞ്ഞു. ശിമോൻ പറഞ്ഞു, കർത്താവെ, നിനക്കറിയാം എൻ്റെ മനസ്സ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോൾ കർത്താവ് എന്നാ പറഞ്ഞു, എന്നാ നീ എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞു. ആടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞ്, ഈ ആടുകളെ മേയ്ക്കണമെങ്കിൽ അവർക്ക് അറ്റൻഷൻ കൊടുക്കണം, അവർക്ക് സ്നേഹം കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന കരുതൽ കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കണം, അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കണം. നീ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്നോട് കർത്താവ് പറയുന്ന വാഗ്ദത്തം ഇതാണ്, നീ എൻ്റെ ആടുകളെ മേയ്ക്കാം. നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. നിനക്ക് എൻ്റെ ആടുകളെ ഹല്ലേലൂയ മേയ്ക്കാനുള്ള ഉത്തരവാദിത്തമാണ് കർത്താവ് നിനക്ക് ഇന്ന് ഈ പകൽ തരുന്നത്. ഹല്ലേലൂയ. കുഞ്ഞാടുകളെ മേയ്ക്കാന്ന് പറഞ്ഞപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നി. പക്ഷെ കുഞ്ഞാട് മാറിക്കഴിഞ്ഞപ്പോൾ അതൊരു ആടായി മാറുമ്പോൾ അതിനെ നോക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അതിനെ ഫീഡ് ചെയ്യേണ്ട സമയത്ത് ഫീഡ് ചെയ്യണം. അത് കൈവിട്ട് പോകുന്നു, അത് ഏത് ദൂരത്ത് പോകുന്നു, അതിനെ കൂട്ടിക്കൊണ്ടുവരണം. പക്ഷെ 3ാമതും ചോദിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ്, നീ പോയി എൻ്റെ ആടുകളെ, പൂർണ്ണമായി വളർന്ന ആടുകളെ, അതായത് നിന്റെ ശുശ്രൂഷയുടെ ഓരോ തലവും മാറുന്നത് അവിടെ വെളിപ്പെടുന്നത്. നിന്റെ ശുശ്രൂഷയുടെ ഓരോ തലവും നീ മാറിക്കൊണ്ടിരിക്കുക. ദൈവവും നീയുമായുള്ള സ്നേഹബന്ധത്തിൽ നീ ഇന്നും പൈതലായി ഇരിക്കുവാണെങ്കിൽ കർത്താവ് പറയാം, നീ അവിടെ നിന്റെ കുഞ്ഞാടിനെ നോക്കി ഇവിടെ ഇരുന്നാൽ മതി. പക്ഷെ നീ ഓരോ പ്രാവശ്യവും നീ കർത്താവുമായുള്ള സ്നേഹത്തിൽ ഉറയ്ക്കുമ്പോൾ കർത്താവ് പറയുക, നിനക്ക് ആത്മഭാരം വരും, നീ എൻ്റെ ആടിനെ തേടി ഇറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 10:7 വാക്യം. ഈ ആടുകളെയൊക്കെ മേയ്ക്കാൻ കിടക്കുന്ന ആടുകളൊക്കെ എവിടെ കിടക്കുക? എവിടെയാണ് കിടക്കുന്നേ? നമ്മുടെ പരിസരത്തുണ്ട്, നമ്മുടെ കൺവെട്ടത്തുണ്ട്. താഴെ ഇറങ്ങുമ്പോൾ തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഡോറ് തുറന്ന് അങ്ങോട്ട് താഴെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വേണ്ടത് ആടുകളുണ്ട്, കുഞ്ഞാടുകളുണ്ട്, സകലവരും നമുക്ക് ചുറ്റുമുണ്ട്. 7 വാക്യത്തിൽ യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ക്രിസ്തുവാകുന്നു. ആടുകളുടെ വാതിൽ ക്രിസ്തുവാകുന്നു. നീ ആടിനെ തേടി പോകുന്നുണ്ടെങ്കിൽ അതിനെ കൂട്ടിക്കൊണ്ടുവരേണ്ട വാതിൽ ഇന്ന് ഈ സഭയാണെന്ന് എത്ര പേർ തിരിച്ചറിയുന്നു? ആടുകളുടെ വാതിൽ ക്രിസ്തുവാണെങ്കിൽ ഇന്ന് ഈ ഡോർ ടു ക്രൈസ്റ്റിലേക്ക് ഓരോ കുഞ്ഞാടിനെയും കൊണ്ടുവരുവാൻ എനിക്കും നിനക്കും ദൈവം ദൂതുകൊണ്ട് അത് നിന്നോട് കൈമാറുക. അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കും നിനക്കും തുല്യമാണ്. നീയും ഞാനും അത് സ്നേഹത്തിൽ കർത്താവിനോട് ഇന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ എനിക്കും നിനക്കും കർത്താവുമായിട്ടുള്ള സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാ. ഓരോ നഷ്ടപ്പെട്ട ആടിനെയും നീ കൂട്ടിക്കൊണ്ടുവരേണ്ട വാതിൽ ഇതാണ്. ഹല്ലേലൂയ. കാരണം ആടുകളുടെ വാതിൽ ക്രിസ്തുവാകുന്നു. 9 വാക്യം.
ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഈ വാതിൽ കടന്നു കഴിഞ്ഞാൽ പലരും ധരിക്കും രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന്. പക്ഷെ കർത്താവ് അവിടെ പറയുന്നു, അവൻ അകത്തും വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. നീ അകത്ത് കയറി സ്വസ്ഥമായിരിക്കുക മാത്രമല്ല, നീ ഇതിന്റെ സമൃദ്ധി പുറത്തു കൊണ്ടുപോകും. നീ മേച്ചിൽ നടത്തും. കർത്താവ് പറയുക, ഈ ഡോർ ടു ക്രൈസ്റ്റ് എന്ന സഭയോടുള്ള ദൂതാണിത്. ഈ വാതിൽ കടക്കാനായി അനേകം ആത്മാക്കൾ വെളിയിൽ കിടക്കുമ്പോൾ എനിക്കും നിനക്കും ഈ മുറിക്കുള്ളിൽ ചുരുണ്ടുകൂടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നിന്നെ 3 പ്രാവശ്യം സ്നേഹത്തിൽ അവൻ ഉറപ്പിക്കുന്നെങ്കിൽ കർത്താവ് നിന്നോട് ദൂത് പറയുക, ആ സ്നേഹത്തിൽ നീ ഇന്ന് പറയേണ്ടത്, ആ ആടുകളെ മേയ്ക്കാനും പാലിക്കാനും അവരെ കൂട്ടിക്കൊണ്ടുവരുവാനും കർത്താവെ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന്. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആ വാതിൽ ക്രിസ്തുവാണെന്ന് എത്ര പേര് നേറ്റു പറയും? ആ വാ കൊണ്ട് നേറ്റു പറഞ്ഞേ, ആടുകളുടെ വാതിൽ ക്രിസ്തുവാകുന്നു. ആടുകളുടെ വാതിൽ ക്രിസ്തുവാകുന്നു. എനിക്കും നിനക്കുമുള്ള ഉത്തരവാദിത്വം എന്തുവാണ്? ഈ നഷ്ടപ്പെട്ടു പോയ ആടിനെ മേയ്ക്കാനും പാലിക്കാനും അതിനെ കൂട്ടിക്കൊണ്ട് ക്രിസ്തുവിന്റെ വാതിലിനകത്ത് കൂട്ടിക്കൊണ്ട് വരുവാനുമുള്ള ഉത്തരവാദിത്വം. ഹല്ലേലൂയ. അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ ഇന്ന്? ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സമുണ്ടോ? തടസ്സമുണ്ടെന്ന് ആരെങ്കിലും എന്നോട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഉറപ്പിക്കാം, ഞാൻ ചിന്തിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്ന ഒരു വാക്കാണത്. 59 വാക്യം, യെശയ്യാവ് 59:21 വാക്യം. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും. നിനക്ക് പോകാൻ തടസ്സമുണ്ടെങ്കിൽ കർത്താവ് നിന്നോട് പറയുക, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ കൽപ്പിക്കുന്നു. നിനക്ക് പോകാൻ തടസ്സമുണ്ടെങ്കിൽ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നിന്റെ സന്തതിയുടെ സന്തതിയുടെ മേലും ഇരിക്കാനുള്ള അവകാശം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഒരു തടസ്സവുമില്ല. പോയി നഷ്ടപ്പെട്ട സകല ആടിനെയും കൂട്ടിക്കൊണ്ടുവരാനായി നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇത് ഏറ്റു പറയാം. ഈ വാതിൽ കടന്നു വരുവാൻ ഒരു നഷ്ടപ്പെട്ട കൂട്ടം ലോകത്ത് വെറുക്കപ്പെട്ട് കിടക്കുമ്പോൾ എൻ്റെ കർത്താവെ നീ എന്നെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. നീ എത്ര ദൂരം വിട്ടോടിപ്പോയാലും, ഞാൻ ആദ്യം പറഞ്ഞതാ, എത്ര ദൂരം നീ വിട്ടോടിപ്പോയാലും, നമ്മുടെ കുഞ്ഞുങ്ങള് കളിക്കാൻ അപ്പുറത്ത് പോയാ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അന്വേഷിച്ചു പോവും. അവര് ദൂരെ എങ്ങാനും പോയാ വെപ്രാളമാവും അല്ലേ? കാത്തിരിക്കും നമ്മള്. ഇന്നെൻ്റെ മോൻ രാവിലെ ട്യൂഷന് പോയി 8:30 കഴിഞ്ഞ് 9:30 അവൻ വീട്ടിൽ വന്നില്ല. 10 മണി തൊട്ട് എനിക്ക് ടെൻഷൻ തുടങ്ങി. കാത്തിരിക്കുന്നൊരു ഹൃദയമാണ് നമ്മുടെ അപ്പന്. തള്ളി പറഞ്ഞ് നീ പോയാലും കാത്തിരിക്കുന്നൊരു അപ്പനാ. തള്ളിക്കളഞ്ഞവർ വേണ്ടാന്ന് പറഞ്ഞ് നിന്നെ ഇട്ടിട്ട് പോയാലും നമ്മുടെ അപ്പൻ നിന്നെ മാറോട് ചേർത്തണയ്ക്കും. എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ട്? തള്ളി പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും ചൂടുള്ള കുളിരിനായി ചൂട് പകർന്നു തന്ന കർത്താവ് എന്നെ ചേർത്തണയ്ക്കും. ഈ പാട്ടിന്റെ വരികൾ എന്നെ ആഴത്തിൽ സ്പർശിച്ചു. എനിക്ക് ഒരു കണക്ഷനും ഇല്ലായിരുന്നു മെസ്സേജിന് മുന്നേ. ഈ പാട്ട് കർത്താവ് തന്നപ്പോൾ ശീമോൻ പത്രോസിന്റെ കടൽക്കരയിൽ കാത്തുനിന്ന് ശിഷ്യന്മാർക്ക് വേണ്ടി ചൂടുള്ള അപ്പം കൊടുത്ത്, ചൂടുള്ള അപ്പവും മീനും കരുതിയ ഒരു അപ്പനാണെന്ന് അറിഞ്ഞപ്പോ ഈ വചനവും പാട്ടും കർത്താവ് തന്നത് എനിക്ക് 100% ഉറപ്പായിരുന്നു. ഇത് ദൈവസഭയോടുള്ള ദൂത് തന്നെയാണെന്ന്.
കൊടുക്കാൻ അനുവദിക്കാത്ത ഒരു ദൈവം, അവന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് പോകാൻ അനുവദിക്കാത്ത ഒരു അപ്പനാ നമുക്കുള്ളത്. ശത്രു നിന്നെ കൂട്ടിക്കൊണ്ടുപോകും, പക്ഷെ അപ്പൻ പറയും ഇല്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. എല്ലാവരും നിന്നെ നിരസിക്കുമ്പോഴും അപ്പൻ പറയും ഇല്ല മോളെ, ഞാൻ നിന്റെ ചാരത്തുണ്ട്. ഇല്ല മോനെ, നീ ദൂരത്തല്ല, ഞാൻ ഇവിടെ നിന്നെ കാത്തിരിക്കുന്നുണ്ട്, നീ ഒന്ന് മടങ്ങി വാ. നിനക്കായി ഞാൻ ഇവിടെ കരവിൽ കാത്തിരിക്കുക, നിനക്കായി ഞാൻ കരയിൽ ഇവിടെ നിനക്കുള്ളതെല്ലാം ഒരുക്കി കാത്തിരിക്കുക. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ചോദിച്ചതിന് സകലതിനും അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൻ നമുക്കുള്ളപ്പോ, ഒരു കാത്തിരിക്കുന്ന ഒരു അപ്പൻ കൂടെ പിറന്ന മകനും മകൾക്കുമായി, തന്റെ പുത്രനും പുത്രിക്കുമായി വാതിൽ തുറന്ന് കാത്തിരിക്കുന്ന ഒരു അപ്പൻ നമുക്കുള്ളതിനാൽ നഷ്ടപ്പെട്ടെന്ന് നമ്മൾ പറയുമ്പോഴും, ഒന്നും കൈവിട്ട് പോയില്ലെന്ന് കർത്താവ് പറയുമ്പോൾ, നിനക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞ് നീ ക്ഷീണിച്ച് മടുക്കുമ്പോൾ, നിന്റെ പടകിൽ ഒന്നുമില്ലെന്ന് നീ ചിന്തിക്കുന്ന സമയത്ത് അവന്റെ ശബ്ദം നീ കേൾക്കും. നീ ഏത് ഭാഗത്ത് വലയെറിയണമെന്ന് പറയുന്ന കർത്താവ്, നീ ഏത് ഡയറക്ഷനിലോട്ട് പോകണമെന്ന് നിനക്ക് നിർദ്ദേശം തരുന്ന ഒരു കർത്താവ്, നീ ആരോട് സംസാരിക്കണമെന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഒരു കർത്താവ്, നീ വേണ്ടാന്ന് പറയുമ്പോൾ ഇല്ല, തളരരുതെന്ന് പറയുന്ന ഒരു കർത്താവ്, ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ട്, നിന്റെ കൈ ഞാൻ കൂട്ടത്തിലുണ്ട്, നീ ഒറ്റയ്ക്കല്ലെന്ന് പറയുന്ന ഒരു കർത്താവ്, ആരില്ലെന്ന് പറഞ്ഞാലും, ആരൊക്കെ നിന്നെ വെറുത്താലും, ആരൊക്കെ നിന്നെ ജീവിതത്തിൽ തള്ളി പറഞ്ഞാലും, ആര് നിന്നെ ഇനി വേണ്ടാന്ന് പറഞ്ഞ് നിന്ദിച്ച് തുപ്പിയാലും, നീ നന്നാവില്ലെന്ന് ആരൊക്കെ നിന്നെ നോക്കി വിധി കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഈ വരികൾ ഓർക്ക. നീ എത്ര ദൂരെ ഓടിയാലും, നീ എത്ര ദൂരെ കർത്താവിനെ വിട്ട് ഓടിയാലും, ചാരത്തടുപ്പിക്കുന്ന ഒരു കർത്താവ്, അവന്റെ സ്നേഹം കൊണ്ട് നിന്നെ ചാരത്തടുപ്പിക്കുന്ന ഒരു കർത്താവ്, നിനക്ക് വേണ്ടുന്ന കുളിരിനുള്ളതെല്ലാം ഒരുക്കിയിട്ട് എല്ലാ വചനങ്ങളും നന്ദിയോടെ എല്ലാ കരങ്ങളും ഉയർത്തി അവന്റെ കൃപയ്ക്കൊത്ത് അളവിൽ കുറവില്ലാതെ തരുന്ന ഒരു അപ്പനെ സ്തുതിക്കാൻ, അളന്ന് നോക്കാൻ ഒരു തുലാസും വേണ്ടെന്ന് പറയുന്ന ഒരു അപ്പൻ, നീ എത്ര പിന്മാറിപ്പോയാലും മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു അപ്പൻ, അവസ്ഥയിലേക്ക് എന്റെ കർത്താവേ, ഈ പകൽ നിന്റെ സ്നേഹത്തിന്റെ
നിന്റെ വാക്കുകൾ കർത്താവേ 3 പ്രാവശ്യം കർത്താവേ നീ സ്നേഹത്തെ ചോദിച്ച് ഹൃദയത്തോട് അടുപ്പിച്ച യോഹന്നാനെ പോലെ ഇന്ന് ഞങ്ങൾ ഓരോരുത്തരോട് 3 വട്ടം നീ സ്നേഹത്തെ ചോദിച്ച് നിന്റെ മാറോട് ചേർത്ത് അണപ്പിച്ചിരിക്കുന്നല്ലോ അപ്പാ നീ ഞങ്ങളെ അയച്ച ഉത്തരവാദിത്വത്തിന്മേൽ കർത്താവേ നീ ഞങ്ങളെ നിർത്തിയ വഴികൾക്കായി കർത്താവേ യേശുവേ ഈ നാളിലെല്ലാം അപ്പാ പതറിപ്പോയപ്പോഴും പിന്തള്ളപ്പെട്ടപ്പോഴും കൈതാങ്ങിയ ക്രിസ്തുവിനെ കർത്താവേ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നിന്റെ ആത്മാവിനാലും നിന്റെ വചനത്താലും ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ തലമുറയ്ക്കും കർത്താവേ നീ അത് തന്നതിനായി സ്തോത്രം കർത്താവേ. സ്വർഗത്തിന്റെ വചനത്തിൽ കർത്താവേ ഇന്നത് നീ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം അപ്പാ കർത്താവേ. ഈ കേട്ട വചനം കർത്താവേ ഓരോരുത്തരുടെ ഹൃദയത്തോട് സംസാരിക്കുവാനായി പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ പരിശുദ്ധാത്മാവെ നീ ബലപ്പെടുത്തിയതിനായി കർത്താവേ നിന്റെ വചനത്തിൽ കർത്താവെ വെളിപ്പെടുത്തിയത് കർത്താവേ ഹല്ലേലൂയ യേശുവേ നിന്റെ നാമത്തിൽ ജനത്തോട് കൈമാറുവാൻ സഹായിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ ബലത്താൽ കർത്താവേ നിന്റെ ജീവനാൽ കർത്താവേ നിന്റെ ശക്തിയാൽ കർത്താവേ നിറയപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ. അവരുടെ ജീവിതത്തിലെ ഓരോ വീഴ്ചകളിലും കർത്താവേ അവർ കർത്താവെ പിച്ച വെച്ച് നടന്ന നാൾ മുതൽ കർത്താവെ കൈ പിടിച്ചത് ക്രിസ്തുവാണെന്ന് ഇന്ന് ഞങ്ങൾ അറിയുന്നത് വിധത്തിൽ അപ്പാ ഇനിയുള്ള നാളുകളിൽ കർത്താവെ ഒന്നിലും പതറാതെ കർത്താവെ ശക്തിയോടെ ബലത്തോടെ നിൽക്കുവാൻ നീ തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.